ഞാനൊരു സിനിമ കാണാൻ വേണ്ടി വന്നതാ, പുണ്യാളൻ. കുറച്ച് ലൈറ്റായി പോയി, കാണാൻ പറ്റിയില്ല. അടുത്ത ഷോക്ക് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ബോച്ചയുടെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പോ പുള്ളി അറസ്റ്റ് ചെയ്തു. അപ്പോ ജസ്റ്റ് ഒന്ന് ഡ്രസ് ഇട്ട് വരാന്ന് കരുതിയോ. പുള്ളി എല്ലാവരെയും നമുക്ക് ഇഷ്ടം തന്നെയാണല്ലോ. അപ്പൊ പുള്ളിയുടെ ഒരു രൂപസാദൃശ്യം കൊണ്ടാണല്ലോ ഇപ്പൊ നമുക്ക് ഇത്രയും വൈറലാകാൻ പറ്റിയത്. ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചാരിറ്റി മേഖലയിലൊക്കെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ല. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഇത്തരത്തിലുള്ള അറസ്റ്റുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊരു ദ്വയാർത്ഥ പ്രയോഗമാണെന്നുള്ള രീതിയിലാണ് കംപ്ലൈന്റ് പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വല്ലതുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ബോച്ച ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ 1000 ഏക്കറിൽ പോയി. പക്ഷെ അന്ന് പുള്ളി ഒരു തിരക്കിലായിരുന്നു. ജസ്റ്റ് പുള്ളിയെ കണ്ടു, സെൽഫി എടുത്തു. ഞാനായിരുന്നു ബോച്ചയുടെ ഗ്രൂപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അന്ന് ഞാൻ താടി മീശൊക്കെ വെച്ചിട്ടാണ്, നോർമലി ഞാൻ താടി മീശൊക്കെ വെച്ചിട്ടാണ് നടക്കാറ്. പിന്നെ ബോച്ചയുടെ ഒരു ഇത് ചെയ്യൽ തുടങ്ങിയതിന് ശേഷം കുറെ പ്രോഗ്രാമുകളും മറ്റും പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ജസ്റ്റ് നോക്കി. പിന്നെ അവിടെ തിരക്കായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ കോടതി വളപ്പിൽ വന്ന് കൊണ്ടുവരുമ്പോൾ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഇനി എന്തായാലും അടുത്ത ഒരു ജാമ്യം കിട്ടുന്ന ആ ഒരു ദിവസം എന്തായാലും അവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് നടി പോകരുത് എന്നാണ് നമ്മളൊരു അപേക്ഷ. കാരണം എന്ന് വെച്ചാൽ ഒരാളെ അങ്ങനെ ഒരു പറഞ്ഞിട്ട് ഉള്ളൊരു പേരിലൊരു ക്ഷമ നമുക്ക് പെട്ടു കൊടുക്കാന്നൊക്കെ പറയില്ല, മാപ്പ കൊടുക്കാന്നൊക്കെ പറയില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ടാവാം, അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ഉണ്ടെങ്കിൽ. അപ്പൊ അതിനൊക്കെ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന രീതിയിലേക്ക് ഇനി മാറുകയാണ് നല്ലത്. എന്തായാലും ശിക്ഷ കുറച്ചൊക്കെ കൊടുത്തല്ലോ, ജയിലിട്ടല്ലോ. ഈ 3 വർഷത്തേക്കൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു വലിയൊരാള്, ഒരുപാട് പൈസ ഉള്ള ഒരാള്, ബിസിനസ് ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. 3 വർഷം പോയി വരുമ്പോഴേക്കും ബിസിനസ് ഉണ്ടാവും എന്ന് വരെ നമുക്ക് പറയാൻ പറ്റില്ല. ആ ബിസിനസ്സിലൂടെ നമുക്കൊക്കെ ഗുണമുണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയല്ല. ഒരുപാട് ഇനി അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി, തെറ്റാണെന്ന് ഉണ്ടെങ്കിൽ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിയിൽ ചാരിറ്റിയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ല ബിസിനസ്മാനൊക്കെ ആയി മാറട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ആരാധിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം എന്നേ പറയാൻ പറ്റും. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊക്കെ അല്ല ആരാധിക്കാൻ പറ്റും. ഒരാളോട് നമ്മൾ ആരാധന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം നമ്മൾ കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഒരു ആരാധന എന്നല്ലേ സാധാരണ പറയേണ്ടത്. അത് ഇമിറ്റേഷൻ അല്ലേ, ക്ലിയർ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. ഇഷ്ടമാണ്. ഇപ്പൊ ഒരുപാട് ചാനലിൽ തന്നെ, ഇപ്പൊ നമ്മൾ പേര് പറയാത്ത ചാനലിൽ തന്നെ അവരുടെ കോമഡി സീരീസിൽ ഇപ്പൊ പ്രമുഖ നടിയുടെ രീതി വെച്ചിട്ട് കോമഡികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ബോച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ. അപ്പൊ അവരൊക്കെ അറസ്റ്റ് ചെയ്യണ്ടേ? അതൊക്കെ ബോഡി ഷേമിങ് തന്നെയല്ലേ. മാഡം പറഞ്ഞിരിക്കുന്നു 20 ഓൺലൈൻ ചാനലുകൾക്ക് മാത്രം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ പ്രമുഖ ചാനൽ ഇപ്പൊ പറയേണ്ട ഒരു വെബ് സീരീസിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, പല പ്രമുഖർ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവർക്ക് അപ്പൊ അങ്ങനത്തെ അതിനേക്കാളും മോശമായിട്ട് രീതിയിൽ ചിത്രീകരിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരാളെ മാത്രം ശിക്ഷിച്ചാൽ പോരല്ലോ. അപ്പൊ അവര് അതുപോലെ കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്കും അതിൻ്റെതായ ശിക്ഷ കൊടുക്കണ്ടേ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമന്റുകൾ ഇട്ടോട്ടെ, കുഴപ്പമില്ല. വീട്ടുകാരെ വീട്ടിനുള്ളിലുള്ളവരെ അവരെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്നുള്ള രീതിയിൽ പല രീതിയിൽ മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. സിമ്പിളായിട്ടൊരു എന്താ അതിന് പറയാ, അങ്ങനെ ഒരു സംഭവം ചെയ്തതിന്റെ പേരില്ല. അത് ഡയറക്റ്റ് അയാളെ പറഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് പോലും ആളെ പിടിച്ച് അകത്തിട്ട്. അപ്പൊ അത്തരത്തില് ഒരുപാട് ആളുകളെ സോഷ്യൽ മീഡിയയിൽ തന്നെ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയാണ് ശരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടത്.